അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പേജ് നമ്പർ 15 ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പേജ് നമ്പർ 21. അപ്പോൾ നോക്കിയേ, പേജ് നമ്പർ 21ൻ്റെ പടമാണ് കാണിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 15 ആൻഡ് ദ 8th ടേം ഈസ് 35. വാട്ട് ഈസ് ഇറ്റ്സ് 13th ടേം? വാട്ട് ഈസ് ഇറ്റ്സ് 23rd ടേം? ശ്രദ്ധിച്ച് നോക്കിക്കേ. ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ചോദ്യം മനസ്സിലാക്കുക, എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് എന്താ തന്നിരിക്കുന്നത്? തേർഡ് ടേം നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ? പേജ് നമ്പർ കഴിഞ്ഞ പേജ് നമ്പറുകളിലൊക്കെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്നിരിക്കുകയാണ്. അത് ആ രീതിയിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെ വേറെ മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഒരേ മെത്തേഡ് ഇപ്പോൾ അപ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവല്ലോ. തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 15 ഇവിടെ തന്നിട്ടുണ്ട്. തേർഡ് ടേം എന്ന് പറയുന്നത് 15 ആണെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ തന്നിരിക്കുന്നതോ 8th ടേം തന്നിട്ടുണ്ട്. 8th ടേം ഈസ് ഈക്വൽ ടു 35. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ വലുതെടുത്ത് നമ്മൾ താഴോട്ട് എഴുതി. 8th ടേം ഒരു ഈക്വൽ സൈൻ ഇട്ടു. 8th ടേം ഈസ് ഈക്വൽ ടു 35. താഴെ ചെറുതെഴുത്. തേർഡ് ടേം ഈസ് ഈക്വൽ ടു 15. നമ്മൾ നേരെ സബ്ട്രാക്ഷൻ ചെയ്തു അല്ലേ? എന്നിട്ട് 8ന്ന് 3 കുറച്ചു. 8ന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് 5 കിട്ടും. അതിൻ്റെ കൂടെ ഒരു ഡി ഇട്ടു. 5d ഈസ് ഈക്വൽ ടു 35 മൈനസ് 15 നമുക്ക് 20 കിട്ടി. 5d 20 ആയാൽ ഡി എങ്ങനെയാണ് കാണുന്നത്? ഡി ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 4. കണ്ടോ? 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4 കിട്ടി. ഇതേ മെത്തേഡാണ് നമ്മൾ നേരത്തെയും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതേ മെത്തേഡിൽ തന്നെ ചെയ്യുക. ഇനി നോക്കിയേ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 13th ടേമാണ്, 13ാം പദം അല്ലേ? നമുക്ക് തേർഡ് ടേം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 8th ടേം തന്നിട്ടുണ്ട്. നമുക്ക് 13th ടേമിൽ പോകണമെങ്കിൽ ഒന്നുകിൽ തേർഡ് ടേമിൽ നിന്ന് 10 പ്രാവശ്യം മൂന്നാമത്തെ പദത്തിൻ്റെ കൂടെ 10, 3ൻ്റെ കൂടെ 10 കൂട്ടുമ്പോഴാണ് 13 കിട്ടുന്നത്. അപ്പോൾ തേർഡ് ടേമിൽ നിന്ന് 13th ടേമിൽ പോകണമെങ്കിൽ തേർഡ് ടേമിൻ്റെ കൂടെ 10 പ്രാവശ്യം ഡി കൂട്ടിയാൽ മതി. അല്ല, 8th ടേമും തന്നിട്ടുണ്ടല്ലോ. 8th ടേമിൽ നിന്ന് 13th ടേം പോകണം. 8 5 13. അപ്പോൾ 8th ടേമിൽ നിന്ന് 13th ടേമിൽ പോകണമെങ്കിൽ 8th ടേമിൻ്റെ കൂടെ 5 പ്രാവശ്യം ഡി കൂട്ടണം. 10 പ്രാവശ്യം ഡി കൂട്ടാൻ എളുപ്പമാണല്ലോ. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. നമ്മളപ്പോൾ ഇതിലേതെടുത്താലും നമ്മുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതുന്നു തേർഡ് ടേം ഒന്നുകൂടെ എടുത്തെഴുതി. തേർഡ് ടേം ഈസ് ഈക്വൽ ടു 15. നമുക്ക് വേണ്ടുന്നത് 13th ടേമാണ്. ഇത് ഇവിടെ ടേം ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ മതിയല്ലോ. 3ൽ നിന്ന് 13ലെത്തണം. അതായത് എത്ര പ്രാവശ്യം ഡി കൂട്ടണമെന്ന് നോക്കാൻ 13ൽ നിന്ന് 3 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ 13th ടേം കിട്ടണമെങ്കിൽ തേർഡ് ടേമിൻ്റെ കൂടെ 13 മൈനസ് 3, അതായത് 10 പ്രാവശ്യം ഡി കൂട്ടണം. മനസ്സിലായോ? എങ്ങനെ ഈ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടേ? ഈ ടേമുകൾ ഇവിടെ നോക്കിയാൽ മതി. കണ്ടോ? 3ഉം 10ഉം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 13 കിട്ടുന്നത് അല്ലേ? ആ 10 കിട്ടാൻ വേണ്ടി ഈ പറഞ്ഞ ടേമിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ടേം ഒന്ന് കുറച്ചാൽ മതി. 13 മൈനസ് 3 ആണെങ്കിലും 10 അതിൻ്റെ കൂടെ ഒരു ഡി ഇടുക. തേർഡ് ടേം എന്താണെന്ന് നമുക്കറിയാം. തേർഡ് ടേം 15 ആണ്. 15ൻ്റെ കൂടെ 15 പ്ലസ് 10 ഇൻറ്റു ഡി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഡി 4 ആണെന്ന് പറഞ്ഞല്ലേ? അപ്പോൾ 10d എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 4 ഈക്വൽ ടു 15 പ്ലസ് 10 ഇൻറ്റു 4 40. 40ഉം 15ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 55 കിട്ടും. കണ്ടോ? അപ്പോൾ 13th ടേം എത്ര കിട്ടുന്നത്? 13th ടേം ഈസ് ഈക്വൽ ടു 55. ഇത് തന്നെ, ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്കൊന്ന് 8th ടേമിൽ നിന്ന് ചെയ്താലും ഇത് തന്നെ കിട്ടുമോയെന്നൊന്ന് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് പരീക്ഷയ്ക്ക് ചെയ്താൽ മതി. ഞാൻ 2 മെത്തേഡും കാണിച്ചു തരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് 8th ടേം തന്നിട്ടുണ്ട്. 8th ടേം എന്ന് പറയുന്നത് 35 ആണ്. 8th ടേമിൽ നിന്ന് നമുക്ക് 13th ടേമിൽ പോകണം. 8ൻ്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് 13 കിട്ടുന്നത് അല്ലേ? 13 മൈനസ് 8 5 പ്രാവശ്യം ഡി കൂട്ടിയാൽ മതി. അപ്പോൾ നോക്കിയേ, 13th ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 8th ടേമിൻ്റെ കൂടെ 8th ടേം എന്താണോ അതിൻ്റെ കൂടെ 8ഉം 5ഉം 5 പ്രാവശ്യം ഡി അങ്ങ് കൂട്ടിയാൽ മതി. മനസ്സിലായോ? 8ഉം 5ഉം 13 അപ്പോൾ 8th ടേം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ 35. അത് 35 എഴുതി. 35ൻ്റെ കൂടെ 5 പ്രാവശ്യം ഡി എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 5 ഇൻറ്റു 4. അപ്പോൾ എത്ര കിട്ടി? 35 പ്ലസ് 5 4s are 20. 30 25ഉം കൂട്ടുമ്പോൾ എത്ര? 55. കണ്ടോ? ഏത് ടേമിൽ നിന്ന് നമ്മൾ 8th ടേമിൽ നിന്ന് ചെയ്താലും തേർഡ് ടേമിൽ നിന്ന് ചെയ്താലും നമുക്ക് ഒരേ ആൻസറേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏതാ സൗകര്യമായിട്ട് തോന്നുന്നത്? 10 20 എന്നൊക്കെയാണ്. ഡി കൊണ്ട് ഗുണിക്കാൻ എളുപ്പമുണ്ടല്ലോ. അല്ലെ തന്നെ ചെറിയ നമ്പേഴ്സ് അടിയൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മെത്തേഡ് എടുത്താലും ഈ കണക്ക് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. തേർഡ് ടേം 15, 8th ടേം 35. നമ്മൾ നേരത്തെ മെത്തേഡ് ഡി കണ്ടുപിടിച്ചു. ആദ്യം വലുതെടുത്തെഴുതി. 8th ടേം 35, താഴെ തേർഡ് ടേം എഴുതി.
ടേം ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു പൊസിഷൻ ഡിഫറൻസ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്ന 5D എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് തമ്മിൽ, അതായത് ടേം തമ്മിൽ കുറച്ചു. 35 നിന്ന് 15 കുറച്ചപ്പോൾ 20 കിട്ടി. അപ്പോൾ D എങ്ങനെയാണ് കാണുന്നത്? 20 ഡിവൈഡഡ് ബൈ 4 കിട്ടി അല്ലേ. ഇനി ഏതെങ്കിലും ഒരു മെത്തേഡ് മതി. തേർഡ് ടേം തന്നിട്ടുണ്ട് 15. അവിടുന്ന് നമുക്ക് 13ാം പദത്തിലേക്ക് പോകണം. അപ്പം 3ൽ നിന്ന് 13ലെത്താൻ 13 - 3 10 പ്രാവശ്യം അല്ലേ. തേർഡ് ടേമിൻ്റെ കൂടെ 10 പ്രാവശ്യം D കൂട്ടിയാൽ 13ാം പദത്തിലെത്തും. അപ്പോൾ തേർഡ് ടേം എഴുതി 15 + 10 പ്രാവശ്യം D. 10 × D 4 ആയിരുന്നല്ലോ. 10 × 4 അപ്പോൾ 15 40 കൂട്ടിയപ്പോൾ നമുക്ക് 55 കിട്ടി. അല്ല എങ്കിൽ ഇത് ഓറാണ്, ഇത് രണ്ടും കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 8th ടേമിൽ നിന്നാണ് 13th ടേമിൽ പോകണമെങ്കിൽ 8 × 5 = 13 അപ്പോൾ 8th ടേമിൻ്റെ കൂടെ 5 പ്രാവശ്യം D കൂട്ടി. 8th ടേം 35 ആണ്. 5 × 4 20. അപ്പോഴും നമുക്ക് ഒരേ ആൻസറാണ് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഏത് മെത്തേഡിലും ഈ കണക്ക് ചെയ്യാം. ഈ എക്സസൈസിലെ മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അല്ല, അതിൻ്റെ ഒരു പാർട്ട് കൂടെ ഉണ്ടല്ലോ. 23rd ടേം കണ്ടുപിടിക്കണമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 13th ടേമാണ്. വേണേൽ 13th ടേമിൽ നിന്ന് 10 കൂടെ കൂട്ടിയാൽ 23rd ടേമിലേക്ക് പോകാം. തേർഡിൻ്റെ കൂടെ 20 പ്രാവശ്യം D കൂട്ടിയാൽ 23rd പോകാം. 8ൻ്റെ കൂടെ 18ഉം 8ഉം 15ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 23rd ടേമിലേക്ക് പോകാം. ഇതിലേത് മെത്തേഡ് വേണേലും നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ തേർഡ് ടേമിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ബി പാർട്ട് എന്തായിരുന്നു? 23rd ടേം കണ്ടുപിടിക്കണം. 23rd ടേം അല്ലേ. തേർഡ് ടേം അറിയാമല്ലോ. അപ്പോൾ തേർഡും 23rd തമ്മിൽ 23ഉം 3ഉം തമ്മിൽ 20 ആണ് ഡിഫറൻസ്. ആ ഡിഫറൻസിൻ്റെ അത്രയും പ്രാവശ്യം D കൂട്ടിയാൽ മതി. അപ്പോൾ 23rd ടേം എന്ന് പറയുന്നത് തേർഡ് ടേമിൻ്റെ കൂടെ 20 പ്രാവശ്യം അങ്ങോട്ട് D കൂട്ടണം. കണ്ടോ? 20D. തേർഡ് ടേം നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 15 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 15ൻ്റെ കൂടെ 20 പ്രാവശ്യം D ആയ D എത്ര ആയിരുന്നു? നമുക്ക് 4 ആയിരുന്നു D കിട്ടിയിരുന്നത്. D 4 ആയിരുന്നു. അപ്പോൾ 20 പ്രാവശ്യം 4 കൂട്ടുക. അപ്പോൾ നമുക്ക് 15 + 20 × 4 80. 80ഉം 15ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 95. കണ്ടോ? 23rd ടേം എന്ന് പറയുന്നത് നമുക്ക് 95 കിട്ടി. നമുക്കിനിയും വേറൊരു ഈ 13th ടേം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചതല്ലേ ഉള്ളൂ. 13ൽ നിന്ന് 23ലെത്തണമെങ്കിൽ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഇതേ ആൻസറേ കിട്ടത്തുള്ളൂ. 13ഉം 10ഉം ആണ് 23. അപ്പോൾ 13ാം പദത്തിൽ നിന്ന് 23ാമത്തെ പദത്തിലേക്ക് പോകണമെങ്കിൽ 13ാമത്തെ ടേമിൻ്റെ കൂടെ 10 പ്രാവശ്യം D കൂട്ടണം. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. 23rd ടേം എന്ന് പറയുന്നത് ഏത് ടേമിൻ്റെ കൂടെ? നമ്മുടെ കിട്ടിയ ആൻസറായ 13th ടേം കണ്ടുപിടിച്ചതിൻ്റെ കൂടെ 10 പ്രാവശ്യം ഒന്ന് D കൂട്ടി നോക്കാം. 13th ടേം നമുക്ക് കിട്ടി 55 അല്ലേ. അതിൻ്റെ കൂടെ 10 പ്രാവശ്യം D കൂട്ടി. 10 × D എന്ന് പറയുന്നത് 40 അല്ലേ. അപ്പോൾ നമുക്ക് 55ഉം 40ഉം കൂടെ കൂട്ടി. 50ഉം 40ഉം 95. കണ്ടോ? എവിടെ നിന്ന് പോയാലും നമുക്ക് ഇതേ ആൻസറേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് ആ ഡിഫറൻസ്, അതായത് ടേമും പൊസിഷൻ ഡിഫറൻസ് എത്ര ആണോ ആ 3ാം പദത്തിൽ നിന്ന് 10ാം പദത്തിൽ പോകണം. അപ്പോൾ 10 - 3 10 പ്രാവശ്യം, അല്ല 7 പ്രാവശ്യം. 1ാം പദത്തിൽ നിന്നും 100ാം പദത്തിലെത്തണമെങ്കിൽ 100 - 1 99 പ്രാവശ്യം D കൂട്ടണം. 1ാം പദത്തിൽ നിന്നും 10ാം പദത്തിലെത്താൻ പറഞ്ഞാൽ 10 - 1 9 പ്രാവശ്യം D കൂട്ടണം. 5ാം പദത്തിൽ നിന്നും 8ാം പദത്തിലെത്തണമെങ്കിൽ 8 - 5 നമുക്ക് 3 പ്രാവശ്യം D കൂട്ടണം. എത്ര പൊസിഷൻ ആ ഡിഫറൻസിൻ്റെ അത്രയും പ്രാവശ്യം D കൂട്ടിയാൽ ഏത് ടേമും കിട്ടും. അപ്പോൾ ഈ ഒരു കണക്ക് തന്നെ ഒരു 3-4 പ്രാവശ്യം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് മതി. മനസ്സിലാക്കിയിട്ട് ഈ എക്സസൈസിലെ മൊത്തം ചോദ്യങ്ങളും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The 5th term of an arithmetic sequence is 21 and 9th term 41. അപ്പോൾ നമുക്ക് വഴിയതുപോലെ തന്നെ തുടങ്ങാം. 5th term എന്ന് പറയുന്നത് 21 ആണ്. അതുപോലെ 9th term 41 ആണ്. എഴുതാം. വലുതെടുത്ത് ആദ്യം എഴുതാമല്ലോ. ക്വസ്റ്റിനകത്ത് നിന്ന് 9th term എഴുതി. 9th term is equal to 9th term എന്ന് പറയുന്നത് 41 എഴുതി. ആൻഡ് 5th term 21. 5th term എഴുതി. 5th term is equal to നമുക്ക് 21 കിട്ടി അല്ലേ. ഇനി നമുക്കിത് തമ്മിലുള്ള ഡിഫറൻസ് അങ്ങോട്ട് നോക്കാം. വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ മതിയല്ലോ. 9ൽ നിന്നും 5 കുറച്ചു. 9 - 5 എത്ര കിട്ടുന്നത്? 4. അതിൻ്റെ കൂടെ ഒരു D ഇട്ടു. 4D is equal to 41 - 21 എത്ര കിട്ടുന്നത്? 20 കിട്ടി. 4D is equal to 20 ആണെങ്കിൽ D എത്ര? D is equal to 20 divided by 4 is equal to 5. കണ്ടോ? എല്ലാം ടീച്ചർ അതേ മെത്തേഡാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഫോളോ ചെയ്ത് വരാൻ എളുപ്പമുണ്ട്. പലതിനും പല മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും.
അപ്പോൾ നോക്കിയേ, 5th ടേം പറഞ്ഞിട്ടുണ്ട് 21, 9th ടേം 41. നമ്മൾ അവിടുന്ന് ഡി കണ്ടുപിടിച്ചു. ആദ്യത്തെ ചോദ്യം ചോദിക്കുക, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? എവിടെ നിന്ന് വേണേലും പോകാം. 9th ടേമിൽ നിന്ന് 9ാം പദത്തിൽ നിന്ന് 1ാം പദത്തിലെത്തണമെങ്കിൽ 9 - 1 8 പ്രാവശ്യം ഡി പുറമോട്ടാണ് വരണ്ടേ, അപ്പോൾ കുറച്ചാൽ മതി. അല്ല, 5th ടേമിൽ നിന്നല്ലേ എളുപ്പം. 5th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലെത്തണമെങ്കിൽ 5th ടേം മൈനസ്, അതായത് ടേം ഡിഫറൻസ് വരുമ്പം പൊസിഷൻ ഡിഫറൻസ് വരുമ്പോൾ 5 - 1 4 പ്രാവശ്യം ഡി. ഇതാണ്ട് ഇവിടെ ഒന്ന് വരച്ച് നോക്കാം. 1 2 3 4 5. 5ാമത്തെ പദത്തിൽ നിന്ന് ഒരു പ്രാവശ്യം കുറയ്ക്കുമ്പോൾ ഈ 4ാം പദത്തിലെത്തും. വീണ്ടും ഒരു പ്രാവശ്യം കുറയ്ക്കുമ്പോൾ 3ാം പദത്തിലെത്തും. വീണ്ടും ഒരു പ്രാവശ്യം കുറയ്ക്കുമ്പോൾ 2ാം പദത്തിലെത്തും. വീണ്ടും ഒരു പ്രാവശ്യം കുറയ്ക്കുമ്പോൾ 1ാം പദത്തിലെത്തും. അപ്പം 1 2 3 4 പ്രാവശ്യം പുറമോട്ട് വരുമ്പോൾ 4 പ്രാവശ്യം ഡി അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ടേം കിട്ടാൻ എന്തോ ചെയ്യണ്ടേ? 5th ടേമിൽ നിന്ന് 4 പ്രാവശ്യം മൈനസ് എത്ര? 4 പ്രാവശ്യം ഡി കുറയ്ക്കണം. കണ്ടോ, ഈ 5ഉം ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് 1 ഫസ്റ്റ് ടേമാണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം മതി. 5th ടേം നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 21 -4 ഇൻറ്റു ഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് 5 ആണെന്നല്ലേ. 4 × 5. അപ്പോൾ 21ൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടിയേ? 1. കണ്ടോ, ഫസ്റ്റ് ടേം കിട്ടിയേ 1. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ ഏത് ടേം ആണെങ്കിലും നമുക്ക് കൂട്ടി അങ്ങ് എഴുതാമല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയേ, വാട്ട് ഈസ് ഇറ്റ്സ് തേർഡ് ടേം? ഫസ്റ്റ് ടേം അറിയാം. തേർഡ് ടേമിലേക്ക് പോകാൻ എന്തോ ചെയ്താൽ മതി? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 പ്രാവശ്യം ഡി കൂട്ടിയാൽ മതി. അതല്ലാതെ വേറൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് വേണേലും അവിടെ ഉപയോഗിക്കാം. പക്ഷേ തൽക്കാലം ഞാൻ ഒരേ മെത്തേഡിൽ പോന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടി. ഫസ്റ്റ് ടേമിൽ നിന്നും തേർഡ് ടേമിലേക്ക് എത്താൻ അല്ലേ, തേർഡ് ടേമിലേക്ക് എത്താൻ ഈ പൊസിഷൻ 3 - 1, അതായത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 പ്രാവശ്യം ഡി അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എന്തായിരുന്നു? 1. അതിൻ്റെ കൂടെ 2 പ്രാവശ്യം ഡി എന്ന് പറയുമ്പോൾ 2 × 5 ദാറ്റ്സ് ഈക്വൽ ടു 1 + 10 ഈസ് ഈക്വൽ ടു 11. കണ്ടോ, തേർഡ് ടേം നമുക്ക് എത്ര കിട്ടുന്നത്? 11. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് തേർഡ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 പ്രാവശ്യം ഡി കൂട്ടിയാൽ മതി. ഇതല്ലാതെ നമ്മൾ വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ മിഡിൽ ടേമിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊന്ന് ശ്രദ്ധിച്ചോണം, ഇത് വളരെ എളുപ്പമാണ് അതും ചെയ്യാൻ. നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്തോ തന്നിരിക്കുന്നത്? 5th ടേം ഓഫ് ഈ മെത്തേഡ് മതി. ഒരേ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ എളുപ്പമാണ്. അതല്ലാതെ സമ്മ് തന്നാൽ വേറൊരു മെത്തേഡ് ഉണ്ട്. അത് സമ്മാണോ ഇതുപോലത്തതാണോ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ട് ചെയ്യാവും. ഇതെല്ലാം നമുക്ക് ഒരേ മെത്തേഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് തെറ്റത്തില്ല. മനസ്സിലായല്ലോ? അതപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാ? തേർഡ് ടേമും ഫസ്റ്റ് ടേമും നമ്മൾ ചെയ്തു. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ 4th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 61 ആൻഡ് ദ 7th ടേം ഈസ് 31. വാട്ട് ഈസ് ഇറ്റ്സ് 10th ടേം? ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 4ാം പദം 61, 7ാം പദം 31. കണ്ടല്ലോ, കുറഞ്ഞു വരുന്ന സീക്വൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഡി മൈനസ് ആണെന്ന് ആദ്യമേ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് നമ്മളോട് 10ാം പദവും ചോദിച്ചിട്ടുണ്ട്, 1ാം പദവും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് 10th ടേം ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരേപോലെ തുടങ്ങാം. 4th ടേം തന്നിട്ടുണ്ട് 61, 7th ടേം 31. പലതരത്ത് നമുക്ക് മേളിൽ എഴുതാം. 7th ടേം ഈസ് ഈക്വൽ ടു 31 അല്ലേ. 7th ടേം 31 കിട്ടി. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 4th ടേം 61 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4th ടേം താഴോട്ട് എഴുതി. 4th ടേം ഈസ് ഈക്വൽ ടു 61. ഇനി നമ്മളങ്ങോട്ട് കുറയ്ക്കാമല്ലോ. 7ൽ നിന്ന് 4 കുറച്ച്, അപ്പോൾ നമുക്ക് 3 കിട്ടി. അതിൻ്റെ കൂടെ ഒരു ഡി ഇട്ടു. 3D ഈസ് ഈക്വൽ ടു, നോക്കിക്കേ, 31ൽ നിന്ന് 61 കുറയ്ക്കുക. നമുക്ക് 61ൽ നിന്ന് 31 കുറയ്ക്കാൻ അറിയാം. 31 - 61 എങ്ങനെയാണ് ചെയ്യുന്നത്? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ചിഹ്നം. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയേ? 61ൽ നിന്ന് 30 കുറയ്ക്കുമ്പോൾ നമുക്ക് 30 കിട്ടും. 30ഉം 31ഉം 61. വലുതിൻ്റെ ചിഹ്നം എന്തുവാ? മൈനസ്. കണ്ടോ, നമ്മളിവിടെ മൈനസ് ചെയ്തു. അപ്പോൾ ഇവിടെയും നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ 30ൽ നിന്ന് 61 കുറയ്ക്കുമ്പോൾ -30. 3D -30 ആണ്. ഡി എത്ര? ഡി ഈസ് ഈക്വൽ ടു -30 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഡി എത്ര കിട്ടി? -10. അതായത് ഓപ്പോസിറ്റ്, അതായത് ഒരിടത്ത് മൈനസും ഒരിടത്ത് താഴെ 3 എന്ന് പറഞ്ഞാൽ അത് +3 ആണ്. ഓപ്പോസിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്? മൈനസ് കിട്ടും. ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ സെയിം സൈൻ പോസിറ്റീവ്, ഓപ്പോസിറ്റ് സൈൻ
നെഗറ്റീവ്. രണ്ട് നമ്പർ ചെയ്യുമ്പോൾ ഒരേ ചിഹ്നമാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും ഉത്തരം പ്ലസ് ആകും. മൈനസ് ഇൻറ്റു മൈനസും പ്ലസ് ആകും, മൈനസ് ബൈ മൈനസും പ്ലസ് ആകും. എന്നാൽ ഓപ്പോസിറ്റ് സൈനാണ് എന്തോ ചെയ്യുന്നത്, ആൻസർ എപ്പോഴും മൈനസ് ആയിരിക്കും. അപ്പോൾ -30യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, -10 കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഡി കിട്ടി. ഇനി നമുക്ക് ഏതൊക്കെ ടേമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കിയേ, 10th ടേമും ഫസ്റ്റ് ടേമും. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് 10th ടേം വേണം അല്ലേ? അപ്പോൾ ഒന്ന് 10th ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കി. നമുക്ക് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്, 7th ടേം തന്നിട്ടുണ്ട്, 4th ടേം തന്നിട്ടുണ്ട്. 7ൽ നിന്ന് 10ൽ പോകാനാണല്ലോ എളുപ്പം. 7th ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം കൂട്ടണം, 7ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്, 10 - 7 3 പ്രാവശ്യം ഡി കൂട്ടിയാൽ മതി. അപ്പോൾ 10th ടേം എന്ന് പറയുന്നത് 7th ടേമിൻ്റെ കൂടെ 3 പ്രാവശ്യം ഡി കൂട്ടണം. എന്നാൽ ഡി സമ്മ് തന്നെയാണോ ഇത് കിട്ടിയിരിക്കുന്നതെന്ന് ഉറപ്പിച്ച് ചെയ്യണം. 7th ടേമിൻ്റെ കൂടെ 3 പ്രാവശ്യം ഡി കൂട്ടണം. നമുക്ക് 7th ടേം അവർ തന്നിട്ടുണ്ട് 31ൻ്റെ കൂടെ 3 പ്രാവശ്യം ഡി ആയ -10 ആ കൂട്ടണ്ടേ, അത് ശ്രദ്ധിച്ചോണം. അപ്പം 31 അല്ലേ. ഇനി പ്ലസ്സും മൈനസും ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓപ്പോസിറ്റ് സൈൻ മൈനസ് എന്നാണ് പഠിച്ചേക്കുന്നത്. അപ്പം -30 അല്ലേ. 31ൽ നിന്ന് 30 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 1. അപ്പോൾ നമുക്ക് 10th ടേം എത്ര കിട്ടി, 1. 4th ടേമിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് 10th ടേമിലേക്ക് പോകാമായിരുന്നു. 6 പ്രാവശ്യം ഡി കൂട്ടിയാൽ മതി. 61ൻ്റെ കൂടെ 6 × 10 60 കൂട്ടുമ്പോഴും നമുക്ക് 1 തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏത് ടേമിൽ നിന്ന് പോയാലും നമ്മുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇവരെ ചോദിച്ചിരിക്കുന്നത് എന്തുവാ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേമും കൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്തോ ചെയ്താൽ മതി, നമുക്ക് 4th ടേം അറിയാം. ഫസ്റ്റ് ടേമിൽ കണ്ടുപിടിക്കാനല്ലേ, അതുകൊണ്ട് 10ാം പദം അറിയാം, എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ നമുക്ക് 4th ടേം തന്നിട്ടുണ്ട്. 4th ടേം എന്ന് പറയുന്നത് 61 ആണെന്ന് അറിയാം അല്ലേ. നമുക്ക് ഫസ്റ്റ് ടേമിലേക്ക് പോകണം. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എന്തോ ചെയ്താൽ മതി, 4th ടേമിൽ നിന്നും എത്ര പ്രാവശ്യം ഡി കുറയ്ക്കണം, 4 - 3 ആണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ 4th ടേമിൽ നിന്ന് നമ്മൾ 3 പ്രാവശ്യം ഡി അങ്ങ് കുറയ്ക്കണം. 4th ടേം 61 ആണല്ലോ. 61 മൈനസ്, ശ്രദ്ധിച്ചോണം, 3 × ഡി എന്ന് പറയുന്നത് -10 ആണ്. മൈനസിനെ അല്പം ബഹുമാനത്തോടെ ഒരു ബ്രാക്കറ്റൊക്കെ ഇട്ടു, അപ്പോൾ നമുക്ക് തെറ്റത്തില്ല. നമുക്കറിയാം മൈനസ് ഓഫ് മൈനസ് അല്ലേ, മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 61 പ്ലസ് -3യും -10ഉം ഒരേ ചിഹ്നം. അപ്പോൾ നമുക്ക് സെയിം സൈനാണ്, പോസിറ്റീവ് 30 കിട്ടും. 61ഉം 30യും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും, 91. കണ്ടോ, ഫസ്റ്റ് ടൈം 91, അതിൽ നിന്ന് 10 കുറച്ച് വന്ന് 10ാം പദത്തിൽ എത്തിയപ്പോഴേക്കും നമുക്ക് 1ഉം കിട്ടി. മനസ്സിലായോ? ഇതിൽ ഏതെങ്കിലും ടേമിൽ നിന്ന് ചെയ്യാം. 7th ടേമിൽ നിന്ന് നമുക്ക് ചെയ്യാം. 7th ടേമിൽ നിന്നും ഫസ്റ്റ് ടേമിൽ എത്തണമെങ്കിൽ 6 പ്രാവശ്യം ഡി കൂട്ടിയാം. അതായത് 31 മൈനസ് ഓഫ് -60 വരും. അപ്പോഴും നമുക്ക് 91 ആൻസർ കിട്ടും. ഈ ടേം ഇവിടെ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ഡി മൈനസ് ആകുമ്പോൾ നമുക്ക് മൈനസ് ഓഫ് മൈനസ് അല്ലെ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകുന്ന കാര്യം ഓർത്തോണം. അതുപോലെ തന്നെ ഡി കണ്ടുപിടിക്കുമ്പോൾ സീക്വൻസ് ആദ്യമേ തന്നെ ഒന്ന് നോക്കണം. സീക്വൻസ് കുറഞ്ഞു വരുവാണ്. കണ്ടോ, 4th ടേം 61 ആണെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ പറയുന്ന ഡി പോസിറ്റീവ് ആണ്, 7ലേക്ക് കൂടുമ്പോൾ ടേം കൂടി വരും. പക്ഷേ ഇവിടെ 7th ടേം ആയപ്പോഴത്തേക്ക് കുറഞ്ഞു. അപ്പോഴേ തീരുമാനിച്ചോണം ഡി മൈനസിലാണ്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ടേമിലേക്ക് വരുമ്പോഴും അതിനെക്കാട്ടി വലുതായിരിക്കും. കാര്യം കുറഞ്ഞല്ലേ സീക്വൻസ് പോയെ. അപ്പം നമ്മൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണെന്നുള്ള കാര്യം പ്രത്യേകം 2-3 പ്രാവശ്യം ഈ കണക്ക് ചെയ്ത് പഠിക്കാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പം മനസ്സിലായല്ലോ, ഏത് ടേമിൽ നിന്നും നമുക്ക് അടുത്ത ടേമിലേക്ക് പോകാമെന്ന് മനസ്സിലായി. ഇനിയും 4ാമതൊരു കണക്കവിടെ ഉള്ളൂ. ദ 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് മീൻസ് സീക്വൻസ്. ഇത് വളരെ പ്രധാനം. ഞാൻ ഓരോന്ന് പറയുമ്പോഴും പ്രധാനം എന്ന് പറയുന്നത് SLCക്കൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 10. വേണ്ട നോക്കിയാൽ ഈ ടൈപ്പ് കണക്ക്. ഇതിന് ഞാൻ വേറൊരു കണക്കും ചെയ്ത് കാണിക്കാം. 5th ടേം 10 ആണ്. അതുപോലെ തന്നെ 10th ടേം എന്ന് പറയുന്നത് 5 ആണ്. 10th ടേം 5. നമ്മളിപ്പോൾ ചെയ്ത പോലെ വലുതെടുത്ത് താപ്പോട്ട് എഴുതുക. 10th ടേം എന്ന് പറയുന്നത് 10th ടേം ഈസ് ഈക്വൽ ടു 5. ഇനിയും 5th ടേം ഈസ് ഈക്വൽ ടു 10. ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, 5th ടേം ഈസ് ഈക്വൽ ടു 10. 5ാം പദം 10, 10ാം പദം 5, ഇതുപോലെ 10ാം പദം 20, 20ാം പദം 10, ഇങ്ങനെയൊക്കെ വരുന്ന സീക്വൻസിന് ഒരു പ്രത്യേക രീതി നമുക്ക് കണ്ണടച്ചുകൊണ്ട് എഴുതാവുന്ന മാർഗ്ഗങ്ങളുണ്ട്. അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ മര്യാദയ്ക്ക് തന്നെ ചെയ്യാം. 10ൽ നിന്ന് 5 കുറച്ചപ്പോൾ നമുക്ക് 5 ഡി കിട്ടി. അതിൻ്റെ കൂടെ ഒരു ഡി കൂടി ഇടണമല്ലോ. ഇനി ഇവിടെ എങ്ങനെയാണ് വരുന്നത്, 5ൽ നിന്ന് 10 കുറയ്ക്കണം. 5ൽ നിന്ന് 10 കുറയ്ക്കാൻ പറ്റാത്തതിന് നമ്മൾ
10ൽ നിന്ന് 5 കുറച്ചിട്ട് ഒരു മൈനസ് ഇടും. 10ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 5 ആണല്ലോ. 5d ഈസ് ഈക്വൽ ടു -5. അപ്പോൾ d എത്ര? d ഈസ് ഈക്വൽ ടു -5 ഡിവൈഡഡ് ബൈ 5. ഇത് 1 മൈനസും 1 പ്ലസും ഡിവൈഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആണ്. എങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നത്? മൈനസ്. അപ്പോൾ d എന്ന് പറയുന്നത് മൈനസ്. നേരത്തെ തന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു 5-ാം പദം 10. 10ലേക്ക് കയറിയപ്പോഴത്തേക്ക് ചെറുതായി. അപ്പോൾ d എപ്പോഴും മൈനസ് ആയിരിക്കും. പ്രത്യേകത ഈ ടൈപ്പ് പോലെ വരുന്ന കണക്കിൻ്റെ എല്ലാം d എങ്ങനെ കണ്ടുപിടിച്ചാലും -1 ആണ്. ഉറപ്പിച്ചോ? 10th ടേം 20, 20th ടേം 10 എന്ന് പറഞ്ഞാൽ അവിടെയും d -1 ആയിരിക്കും. അതല്ല 50th ടേം 100, 100th ടേം 50, ഇങ്ങനെ ഒരേ പദം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ഒരേ ആൻസർ വന്നാൽ എപ്പോഴും d -1 ആയിരിക്കും. ഏത് കണക്ക് ചെയ്താലും അതൊന്ന് ഓർത്ത് വെച്ചോണം. നമ്മളിനി വേറെ ചെയ്യാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് എന്തൊക്കെയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ 15th ടേം? 15ാം പദവും കണ്ടുപിടിക്കണം, 25ാം പദവും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് 10ാം പദത്തിൽ നിന്ന് അങ്ങ് പോകാമല്ലോ, അടുത്തല്ലേ 15ാം പദത്തിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ 15th ടേം ഏതിൽ നിന്ന് വേണേലും പോയാൽ ഒന്നാണെന്ന് മനസ്സിലായി. 15th ടേം എന്ന് പറയുമ്പോൾ 10ൻ്റെ കൂടെ എത്ര പ്രാവശ്യം അടി കൂട്ടണ്ടേ? 10ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 15 കിട്ടുന്നത്? 10th ടേമിൻ്റെ കൂടെ 5 പ്രാവശ്യം d കൂട്ടി 5d അങ്ങ് ചെയ്താൽ മതിയല്ലോ. 10th ടേം എന്താ കിട്ടിയിരിക്കുന്നത്? 5 പ്ലസ് 5 ഇൻറ്റു d എത്ര? -1. അപ്പോൾ ബ്രാക്കറ്റൊക്കെ ഇട്ടേരെ. ദാറ്റ്സ് ഈക്വൽ ടു 5 പ്ലസും മൈനസും കൂടെ ഗുണിച്ചാൽ -5 - 5 ഈസ് ഈക്വൽ ടു 0. ഞാൻ വീണ്ടും പറയുന്നു ഇതിൻ്റെ പ്രത്യേകത. 5ാം പദം 10, 10ാം പദം 5, 5th ടേം 10, 10th ടേം 5 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുന്ന ടേമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഉത്തരം വേറൊന്നും ആയിരിക്കത്തില്ല, 0 തന്നെ ആയിരിക്കും. 20th ടേം 40, 40th ടേം 20. വാട്ട് ഈസ് ദ തേർഡ്? അതായത് 20യും 30യും കൂടെ 50th ടേം എന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയേ വരത്തുള്ളൂ? 0. അത് ഉറപ്പിച്ചോണം, മനസ്സിലാക്കി വെച്ചോണം, ഓർത്ത് വെച്ചോണം. ഇനിയും 15th ടേം കണ്ടു. ഇനി അടുത്തത് എന്തുവാ? 25th ടേം. അതെവിടുന്നെങ്കിലും പോയാൽ മതിയല്ലോ. നമുക്ക് 25th ടേമിലേക്ക് എത്തണം അല്ലേ? 25th ടേം ആദ്യം 5ൽ നിന്ന് 20 പ്രാവശ്യം d കൂട്ടിയാൽ 25 കിട്ടും. 10ൻ്റെ കൂടെ 15 പ്രാവശ്യം കൂട്ടിയാലും നമുക്ക് 25-ലെത്താം. അപ്പോൾ നമ്മൾ 10th ടേമിൽ നിന്ന് തന്നെ പോകാം. 10th ടേമിൻ്റെ കൂടെ 10ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 25 കിട്ടുന്നത്? 15 കൂട്ടുമ്പോൾ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ 25ൽ നിന്ന് 10 കുറച്ച് നോക്കിയാൽ മതി, അത് തന്നെ ആയിരിക്കും ആൻസർ. അപ്പോൾ നമുക്ക് കൊടുക്കാം. 10th ടേം നമ്മുടെ എത്ര ആയിരുന്നു? 5 ആയിരുന്നു. 5 പ്ലസ് 15 ഇൻറ്റു ഡിയുടെ വില എന്തായിരുന്നു? -1. അവിടെ നമ്മളൊരു ബ്രാക്കറ്റിൽ കൊടുക്കുക, അപ്പോൾ തെറ്റാതിരുന്നോളും. ഇസ് ഈക്വൽ ടു 5 പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തോ ഉത്തരം മൈനസ് ആണ്. 5 - 15. 5ൽ നിന്ന് 15 കുറയ്ക്കാൻ നമുക്കറിയത്തില്ല. അപ്പോൾ എന്ത് വേണം? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം -10 ആയിരിക്കും അതിൻ്റെ 25th ടേം. കണ്ടോ? 25th ടേം എന്ന് പറയുന്നത് -10. ശ്രദ്ധിച്ച് ചെയ്യണം ഇത് പ്രത്യേകം. ഇത് തന്നെ ഇപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ അടുത്ത എക്സാമ്പിൾ പറയാം. അതോടെ ആ ക്വസ്റ്റ്യൻ തീർന്നു. പക്ഷേ വേറൊരെണ്ണം കൂടെ ചെയ്യിപ്പിച്ചു തരാം. 5th ടേം 10, 10th ടേം 5. ഇങ്ങനെ വരുന്ന സീക്വൻസിൻ്റെ പ്രത്യേകത അവിടെ d -1 ആയിരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടി വരുന്ന ഒരു ടേമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് 0 ആയിരിക്കും. കാരണം അതുപോലാണ് അത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അതുപോലാണ്. അപ്പോൾ നോക്കാം. ആദ്യം നമ്മൾ 10th ടേം 5 എന്ന് എഴുതി. അതുപോലെ 5th ടേം താഴെ എഴുതി, കുറച്ചു. 10ൽ നിന്ന് 5 കുറച്ചപ്പോൾ 5 കിട്ടി. 5d വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ഇവിടെ നമ്മൾ കുറയ്ക്കുവാണ്. ഇവിടെ മൈനസായി, ഇവിടെ മൈനസായി. 5ൽ നിന്ന് 10 കുറയ്ക്കുന്നു, -5 കിട്ടി. അപ്പോൾ d എത്ര കിട്ടി? -1. ഇനി 15th ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? 10th ടേമിൻ്റെ കൂടെ 5 പ്രാവശ്യം d കൂട്ടി. 10th ടേം 5 ആണ്, അതിൻ്റെ കൂടെ 5 പ്രാവശ്യം d ആയ -1 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 - 5 0. ഇനി 25th ടേം കാണാനോ? 10th ടേമിൻ്റെ കൂടെ 10ൻ്റെ കൂടെ ഇത് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അത്രയും പ്രാവശ്യം അടി കൂട്ടണ്ടേ. 25ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ 10ൻ്റെ കൂടെ എത്ര കൂട്ടണം? 25 - 10 15 പ്രാവശ്യം d കൂട്ടണം. അപ്പോൾ നമുക്ക് 5 + 15 ഇൻറ്റു -1, 5 - 15 കിട്ടി -10. ഇനി നോക്കിയേ, ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുക. ഇതുകൂടെ ഒന്ന് നോക്കിയേ, ഓരിട്ടൊന്ന് നോക്കിയേ. നമുക്ക് 5ാം പദത്തിൽ നിന്നും 15ാം പദത്തിലെത്തണമെന്ന് വിചാരിച്ചു. 5th ടേമാണ്. നമുക്ക് 15th ടേമിൽ ചെല്ലണം അല്ലേ? 15th ടേമിൽ ചെല്ലണമെങ്കിൽ 5th ടേമിൻ്റെ കൂടെ 5th ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം d കൂട്ടണ്ടേ? 5ഉം 10ഉം 15 10 പ്രാവശ്യം d കൂട്ടണമായിരുന്നു. 5th ടേം നമുക്ക് എത്ര തിട്ടിരിക്കുന്നത്? 10. 10ൻ്റെ കൂടെ
10 ഇൻറ്റു -1 ആണല്ലോ ഡി എന്ന് പറയുന്നത്. ഡി തേണ്ട കിടക്കുന്നു -1. അപ്പോൾ നമുക്ക് കിട്ടി 10 - 10 = 0. കണ്ടോ? അപ്പം 15-ാം പദം കിട്ടാൻ 10-ാം പദത്തിൽ നിന്ന് പോയാലും 5-ാം പദത്തിൽ നിന്ന് പോയാലും എല്ലാം നമ്മുടെ ആൻസർ എത്രയേ വരത്തുള്ളൂ? 0. അതുപോലെ തന്നെ 5-ൽ നിന്ന് 25-ൽ എത്തണമെങ്കിൽ 20 പ്രാവശ്യം ഡി കൂട്ടുമ്പോഴും നമുക്ക് ഇതേ ആൻസറേ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും ഒരു ടേം പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോണം, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചോണം. ടേം പരീക്ഷയ്ക്കും SLCക്കും ഒക്കെ ചോദിക്കാം. കേട്ടോണം, നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് തോന്നും, നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും കേട്ടിട്ടില്ലാത്തതുകൊണ്ട്. mth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് n. mth ടേം n ആണ്, nth ടേം m ആണ്. ഇത് nth ടേം = m. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് m+nth ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. m+nth ടേം എത്ര ആണെന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചോണം. മുമ്പേ പറഞ്ഞ പോലെ തന്നെ 5-ാം പദം 10, 10-ാം പദം 5, 15-ാം പദം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 0 കിട്ടുന്നേ. അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ m+nth ടേം എപ്പോഴും 0 ആയിരിക്കും. ഇങ്ങനെ വരുന്ന കണക്കിൻ്റെ d -1 ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്ത് തന്നെ ആയാലും ഇത് തന്നെയാണ്. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് ചോദിച്ച കണക്കാണ്. mth ടേം എന്ന് പറയുന്നത് n ആണ്, nth ടേം എന്ന് പറയുന്നത് m ആണ്. നമുക്ക് m+nth ടേം കണ്ടുപിടിക്കണം. ഇതിലേത് വലുതും ചെറുതും ഒന്നും ഇല്ലല്ലോ, കാര്യം രണ്ടും നമുക്ക് എന്താണെന്ന് അറിയത്തില്ല m-ന്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇവിടെ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വന്നതുകൊണ്ട് ഇവിടോട്ട് എഴുതുകയാണ്. mth ടേം = n ആണ്. nth ടേം എഴുതി. nth ടേം = m ആണ് അല്ലേ? നമുക്കിതൊന്ന് കുറച്ച് നോക്കാം. കുറയ്ക്കുമ്പോൾ ഇവിടെ മൈനസായി, ഇവിടെ മൈനസായി. m-ന്ന് n കുറച്ചിട്ട് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? 10-ൽ നിന്ന് 5 കുറച്ചിട്ട് ഒരു ഡി കൂടി ഇട്ടു എന്ന് പറഞ്ഞ പോലെ m-ന്ന് n കുറയ്ക്കുമ്പോൾ ഉത്തരം അറിയാത്തതുകൊണ്ട് m-n എത്തും. അതിൻ്റെ കൂടെ ഒരു ഡി ഇട്ടു. m-n × d = n. n-ന്ന് m കുറയ്ക്കുമ്പോൾ n-m കിട്ടി. കണ്ടോ? m-n × d = n-m. അപ്പോൾ d എത്ര? d = n-m / m-n. കണ്ടോ? ഇത് തമ്മിലൊരു ഡിഫറൻസ് കണ്ടോ? ഇത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി. പക്ഷേ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഐഡൻറ്റിറ്റി നമുക്കിതിനെ ഇങ്ങനെ എടുക്കാമല്ലോ. -m-n എന്ന് എഴുതിയാൽ ശരിയാണോ നോക്കിയേ? മൈനസ് കൊടുത്ത് നോക്കിയേ. -m −++ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ഒരു ഐഡൻറ്റിറ്റി. a - b = -b - a എന്ന് എഴുതാൻ പറ്റും. അല്ലെ ഐഡൻറ്റിറ്റി ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇവിടുന്ന് ഒരു മൈനസ് വെളിയിൽ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കറക്റ്റാണ്. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ എഴുതിയേ? ഇതിനെ വീണ്ടും n-m-നെ നമ്മൾ എഴുതി -m - n / m-n. രണ്ടിടത്തും m-n ആണ്. ക്യാൻസൽ ആയി കഴിയുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നേ? -1. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇതുപോലത്തെ ടേമിലെല്ലാം d എന്തോ വരത്തുള്ളൂ? -1 വരത്തുള്ളൂ. ഒരേപോലത്തെ ടേം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം നമ്മൾ 10th ടേം 5, 5th ടേം 10 എന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് d അവിടെ -1. m-ന് ചിലപ്പം pth ടേം q ഇങ്ങനെയൊക്കെ വേണേ വരാം. pth ടേം = q എന്ന് ചോദിക്കും. അതുപോലെ തന്നെ qth ടേം, q-ആമത്തെ പദം qth ടേം = p. ഫൈൻഡ് ദ p + qth ടേം എത്ര ആണെന്ന് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. അപ്പം നമ്മൾ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ഇതുകൊണ്ട് ഇവിടെ ഒന്ന് കുറച്ച് നോക്കിക്കേ. നമ്മളിത് തമ്മിൽ കുറച്ചു. p - q × d = q - p എന്ന് കിട്ടി. ഇനി d കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? d = ഇവിടെ q - p ആയിരുന്നല്ലോ. q - p / p - q അല്ലേ? q - p നമുക്ക് എങ്ങനെ എഴുതാം? -p - q / ഇത് അതുപോലെ തന്നെ എഴുതി p - q. ഏത് സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചാൽ ഹരണഫലം എത്ര കിട്ടുന്നേ? -1. കണ്ടോ? ഏത് ടേമാണ് ഇത്? നോട്ട് ചെയ്ത് വെച്ചോണം, ശ്രദ്ധിച്ച് പഠിച്ചോണം. അപ്പം നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടി? d -1 കിട്ടിയല്ലോ. നമ്മുടെ ചോദ്യം എന്താണ്? m+nth ടേമാണ് കിട്ടേണ്ടത്. ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. m+nth ടേം, അതായത് m+nth ടേം. നമുക്കൊന്ന് നോക്കാം. നമ്മൾ മുമ്പേ പഠിച്ച എന്താണ്? ഇതവിടെ കിടക്കട്ടെ, നമുക്ക് കണ്ടുപിടിക്കാം. 5-ാം പദത്തിൽ നിന്ന് 5th ടേമിൽ നിന്നും 10th ടേമിലെത്താൻ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? 5th ടേമിൻ്റെ കൂടെ 5th
ടേമിൻ്റെ കൂടെ ഇത് തമ്മിലുള്ള വ്യത്യാസം 10-5 പ്രാവശ്യം ഡി കൂട്ടി. ഇങ്ങനെയല്ലേ 5 പ്രാവശ്യം. 5-ൽ നിന്ന് 10-ലെത്താൻ 5ഉം 10ഉം ആണ് 15. അതുകൊണ്ട് 5th ടേമിൽ നിന്നും 10th ടേമിലെത്താൻ 5th ടേമിൻ്റെ കൂടെ ഈ പൊസിഷൻ ഡിഫറൻസ് 10-5 പ്രാവശ്യം ഡി കൂട്ടി എന്നാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവിടെ എമ്മും എന്നും ആയാലും ഇത് തന്നെ നമ്മൾ ചെയ്യുന്നത്. നോക്കിയേ, m+nth ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. m+nth ടേം നമ്മൾ mth ടേമിൽ നിന്ന് പോവുകയാണ്. അപ്പം mth ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം ഡി കൂട്ടണ്ടേ? m+n - m പ്രാവശ്യം അല്ലേ? കാര്യം ഇവിടെ 10 ആണെങ്കിൽ നമ്മൾ 10-5 പ്രാവശ്യം ഡി കൂട്ടി. ഇവിടെ m ആയിരുന്നു. അപ്പോൾ m+nth ടേം കിട്ടണമെങ്കിൽ m+n-ന്ന് m കുറച്ചു. അത്രയും പ്രാവശ്യം ഡി കൂട്ടി. പേടിക്കാനൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു 0 ഇട്ട് വെച്ചാൽ മതി. കണ്ടോ, mth ടേം നമുക്ക് എത്ര കിട്ടിയിരുന്നു? mth ടേം നമ്മൾ പറഞ്ഞു mth ടേം n ആണെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ n എഴുതി. n പ്ലസ് വേണ്ട ഈ എമ്മും -m കൂടെ ക്യാൻസലായിട്ട് n × d എന്നല്ലേ വരുന്നത്. n + nd = n + n × d യുടെ വില -1 അല്ലേ? അപ്പോൾ നമുക്ക് എന്തോ കിട്ടും? n - n = 0. കണ്ടോ, കണ്ണടച്ചെഴുതാം. ഡി ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് -1 എന്ന് എഴുതാം. m+nth ടേം കിട്ടിയാൽ എപ്പോഴും 0 ആയിരിക്കും. ഈ കാൽക്കുലേഷൻ എന്ത് സംശയം ഉണ്ടെങ്കിലും m+nth ടേം = എന്ന് പറഞ്ഞിട്ട് നേരെ 0 ഇട്ട് വെച്ചാൽ നമ്മുടെ ആൻസർ കറക്റ്റാണ്. അവിടെ വരുന്ന കണക്ക് ഇതാണ്. mth ടേമിൻ്റെ കൂടെ m+nth ടേമിലെത്തണമെങ്കിൽ m+n - m പ്രാവശ്യം ഡി കൂട്ടി. അപ്പോൾ -m + m ക്യാൻസലായിട്ട് n പ്രാവശ്യം ഡി കൂട്ടണം. mth ടേം n ആണ്. n + n പ്രാവശ്യം ഡി -1 ആയപ്പോൾ n - n = 0. ഇത് മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. ഇത് കുറേ പ്രാവശ്യം ഇത് ചെയ്ത് പഠിച്ച് ഇതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ബാക്കി കണക്കൊന്നും ചെയ്യാൻ നമുക്ക് ഒരു പ്രയാസവും കാണത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.